വീണ്ടും ഞങ്ങൾക്കൊന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി വയറ്റിലെത്തി. അങ്ങനെ കിച്ച് എപ്പോഴും പറയാനാട് വീഡിയോ എടുക്കണം കിച്ച് എപ്പോഴും പറയാനാട് വീഡിയോ എടുക്കണം എന്ത് വീഡിയോ. അങ്ങനെ അവിടെ ബസ്സും കാത്ത് നിന്ന് മടുത്ത്. അങ്ങനെ ബസ് എത്തിക്കഴിഞ്ഞ് ബസ് സീറ്റ് കിട്ടി. ഒരുമാതിരി ഗുണാക്കേവിൽ പെട്ട സുഭാഷിൻ്റെ അവസ്ഥയാണ്. ശ്വാസം എടുക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ പൊന്നെ, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി തിരുവനന്തപുരം. എൻ്റെ മോനെ കൊള്ള, ചന്ദ്രൻ വെൽക്കം ചെയ്തു അല്ല പിന്നെ. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഒട്ടുക്കത്ത മധുരമുള്ള ഒരു പാട്ട് ചായ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ അതുവഴി ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് ഏത് ഷോ വൈറ്റ് ഷൂ ഇടപ്പോഴല്ലേ കോൺഫിഡൻസ് കൂടറേ. അതെ പോവാനെ സിനിമ അല്ലേ. ആ ടൗണിൽ അപ്പുറത്തുനിന്ന് ഒരു ഷൂട്ട് എടുക്കണം, നല്ലൊരു ക്യാമറ അല്ലേ എന്റെ മോനെ. അല്ല നമ്മളെ കോണ്ടാക്ട് നീ അല്ലേ പറഞ്ഞു നമുക്ക് നൈറ്റ് ലൈഫ് തന്നെ തിരിഞ്ഞ് നടക്കാന്ന്. ആണോ? ഇവിടുന്ന് പോകണ്ടേ, കഴക്കൂട്ടം എങ്ങോട്ടാ നോക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റീലെടുക്കാനുള്ള ഞങ്ങളുടെ നടപ്പായി. അങ്ങനെ കുറേ റീലൊക്കെ എടുത്ത് അതിഞ്ഞിട്ടേ പിന്നെ ഞാൻ വന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ കുറേ ഷോട്ടൊക്കെ എടുത്ത് രാവിലെ 3 മണിയോ 4-5 എങ്ങാണ്ട് എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ലോണ്ടറി ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഒയ്യേ. അപ്പം അങ്ങനെ കുളിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ സെറ്റപ്പ് കൊള്ളാം. ചെറിയ 50 രൂപയേ ഉള്ളൂ. 50 രൂപയ്ക്ക് എല്ലാ പരിപാടിയൊക്കെ കുളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല ഇതിൻ്റെ പേരെന്തോന്നാ, ഇടിയപ്പവും കടലക്കറിയും സെറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ മെയിൻ സ്ഥലം പത്മനാഭൻ്റെ മണ്ണിലെത്തി. ഇവിടം വരെ വന്നിട്ട് എന്തായാലും ഇത് കാണാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ അത് കണ്ടിട്ട് എന്നാ ഒരു ബിൽഡാന്ന് നോക്കി എൻ്റെ മോനെ, സീൻ സാധനം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ റീൽസിലേക്ക് കിടന്നു. എൻ്റെ ഷോട്ടുകൾ വീണ്ടും അമ്പലത്തിൻ്റെ ഷോട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറി കഴക്കൂട്ടത്തേക്കുള്ള യാത്ര. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പൊന്നേ റൂമൊക്കെ എടുത്ത്. റൂം കൊള്ളാം, 800 രൂപയ്ക്ക് ഇതൊക്കെ തന്നെ ലക്ഷറി അല്ല പിന്നെ. അങ്ങനെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ഒന്ന് കാണാൻ നോക്കി. വണ്ടി എന്നത്തേക്ക് അവിടെ പെട്ടിരിക്കണ അവസ്ഥ. അവിടെ ഒരു കുമാർ വർക്ക്ഷോപ്പ്, അങ്ങനെ ഒരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ അവിടെ കാണിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു പിന്നെ വരാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയിട്ട് വെറുതെ അങ്ങനെ അങ്ങോട്ടും കാണിച്ച് വേറെ ഒരു പണിയൊന്നുമില്ല. അവനവിടെ കിടന്നുറങ്ങി. ഞാനങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ഒന്ന് പുറത്തിറങ്ങി. അങ്ങനെ അവനും വന്ന് പിന്നെ ഞങ്ങളൊരു ഇവിടെ മൊത്തം കുമാറാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് പവറായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് രാത്രി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ ആവുന്നില്ല. പിന്നെ രാവിലെ വന്നൊരു ചായയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി. അത് കഴിഞ്ഞ് വീണ്ടും രാത്രിയായി. ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ. അങ്ങനെ അവിടുത്തെ കുറേ ഷോട്ടൊക്കെ വീണ്ടും ഞാൻ റീൽസ് എന്നെ ചെയ്യാനാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ വഞ്ചി എന്ന് പറഞ്ഞൊരു കട. പൊളി സാധനം, പക്ഷെ ചായ മാത്രം കൊള്ളത്തില്ല. പേര് മാത്രമേ ഉള്ളൂ, കൊടുക്കാത്ത മധുരം കണ്ട. ചായയുടെ ലുക്ക് നോക്കി ഏതാ ലുക്ക്, പക്ഷെ വലിയ സുഖമൊന്നുമില്ല. അതാണ് അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ നൈറ്റ് ലൈഫാന്നും പറഞ്ഞ് ഇറങ്ങി. എന്തെങ്കിലും പണി വേണ്ടേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പറഞ്ഞ് കുറേ നേരം ഇരുന്ന്. അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസം രാവിലെ നെക്സ്റ്റ് ഡേ ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നൈറ്റ്. അങ്ങനെയൊക്കെ അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യണ സീനാണ്. എന്തോ വല്ലാണ്ട് എന്തൊക്കെയോ ഇവിടെ മിസ്സാക്കി പോകുന്ന ഫീലായിരുന്നു എനിക്ക്, പ്രത്യേകിച്ച് എനിക്ക്. അങ്ങനെയൊക്കെ റൂമും പൂട്ടി താക്കോലിട്ട് വണ്ടി എന്തോ ഭാഗത്തിനൊക്കെ സെറ്റായി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. എന്നൊക്കെ എന്നാൽ വെയിലല്ലേ, പിടച്ച വെയിൽ, മഴ പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാടെത്തി. അപ്പോൾ ഓക്കെ ബായ്.